ഒരു നാട്ടിലെ മുഴുവൻ സ്വർണവും വെള്ളിയും ഒരു പെണ്ണിന് അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഒരു ദിവസം അവളത് കൊണ്ടുപോയി. എന്നിട്ട് അവൾ അന്തസ് നടിച്ചു. മൻ അന്താ, താൻ ആരുടെ പോയി? ഇന്നമൽ മാലുലി വലാ മാലലക, നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നല്ലോ, ഉള്ളതെല്ലാം എന്റേതല്ലേ എന്ന് ഒരു സ്ത്രീ നിസാരമാണ്, വളരെ നിസാരമാണ്. മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതിനെ പറ്റി കേട്ട്, ഡൊണേഷൻ കൊടുക്കുന്നതിനെ പറ്റി കേട്ട്, പുതിയ വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി കേട്ട്, പുതിയ ശീതീകരിച്ച വാഹനം ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ട്, അതല്ലെങ്കിൽ ബഹുനില കെട്ടിടം പടുത്തുയർത്തുന്നതിനെ പറ്റി കേട്ട്, അതല്ലെങ്കിൽ മറ്റുള്ള അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേട്ട് സമ്പത്ത് കൊടുക്കുന്നതിനെ പറ്റി കേട്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നടക്കും. മന്നെന്താ, നിങ്ങളാരാ മനുഷ്യ? നിങ്ങൾക്കൊന്നുമില്ലായിരുന്നല്ലോ. ഇന്നമൽ മാലുലി വലാ മാലലക എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉള്ള കാര്യമാണ്, ഒന്നുമില്ലാത്തവനായിരുന്നു, പട്ടിണി പാപമായിരുന്നു, പഴങ്കഞ്ഞി കുടിച്ച് ജീവിച്ചവനായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നാണയത്തൊട്ടിന് വിയർപ്പിന്റെ ഗന്ധമായിരുന്നു. ഇന്നതാ വിദേശ പെർഫ്യൂം അടിച്ചുകൊണ്ട് സുന്ദരായ സുമുഖനായിട്ട് നല്ല തേച്ചുമിനയ്ക്ക് വസ്ത്രത്തിൽ ശീതീകരിച്ച വാഹനത്തിൽ നടുറോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നു. നേരെ പോകുന്നതോ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്, അവിടെ നിന്ന് ഇറങ്ങുന്നതോ നേരെ വീട്ടിലേക്കാണ്. എന്തുകൊണ്ടും എല്ലാവരും നല്ലതാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ മുഖത്ത് നോക്കിയിട്ട് തന്റെ ഭാര്യ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഓ സ്ത്രീക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അഹ്ബത്തല്ലാഹു അമലഹാ വലൗ കാന കസീറാ. അവൾ ഒരുപാട് നിസ്കാരമുള്ളവളാ, അവൾ ഒരുപാട് ഹജ്ജിന് പോയിട്ടുള്ളവളാ, അവൾ ഒരുപാട് സ്വർണ്ണാഭരണങ്ങള് ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി കൊടുത്തവളാണ്. അവൾ ആലിമീങ്ങളെ ബഹുമാനിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാ, അവരെല്ലാ രീതിയിലും അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അന്തസ് നടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട ഓ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചെറിയ കുറ്റപ്പെടുത്തൽ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ അഹ്ബത്തല്ലാഹു അമലഹാ, അല്ലാഹു മുഴുവനും പൊളിച്ചു കളയുന്നു. അല്ലാഹു മുഴുവനും ഒറ്റ കുത്ത ഡിലീറ്റ് ആയി, ഒന്നും കാണൂല. എല്ലാം അതുവരെ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും പോയി, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിസ്സാരമാക്കാൻ മാത്രമല്ല, അത് വിശാലമായിട്ട് പറയേണ്ട കാര്യമല്ല, അത് അവരുടെ കുടുംബ കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടി എല്ലാം ശരിയാവും. അതുകൊണ്ട് തമാശയൊക്കെ പറയാം, പിണക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫാത്തിമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുണ്ടെന്ന് പറയുമ്പോൾ നബിതങ്ങൾ തന്നെ പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ കഴിയുന്നത്. റസൂലുള്ള പറയാൻ, നീ പിണങ്ങുമ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം ആയിഷ, നീ പിണങ്ങുമ്പോൾ സത്യം ചെയ്യേണ്ടി വന്ന നീ സത്യം ചെയ്യുന്നത് ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് നിന്റെ വായിൽ നിന്ന് സത്യം ചെയ്യുന്നത് കേട്ടാ എനിക്ക് മനസ്സിലാവും നീ ഇത്തിരി എന്റെ അടുത്ത് സൗന്ദര്യ പ്രകടന. നീ ഞാനുമായിട്ട് നല്ല നിലയിലാണെങ്കിൽ നീ സത്യം ചെയ്യുന്നത് എന്താണ്? മുഹമ്മദ് നബിയെ അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അതുകൊണ്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങിയ ഉടനെ വന്നിട്ട് ചോദിക്കും, നബിയെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ പഴയതുപോലെ? ഉപ്പാപ്പ ഉമ്മാമ്മയുടെ ചോദിക്കണം വല്ലപ്പോഴും. 85 വയസ്സായെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഭാര്യമാരും ഭർത്താക്കന്മാരും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കണം, നിങ്ങൾക്ക് പഴയ സ്നേഹമൊക്കെ ഉണ്ട്? കാളവണ്ടിയിൽ ഇറങ്ങി വരുമ്പോഴുള്ള സ്നേഹം ഇപ്പോഴുണ്ടോ എന്നൊക്കെ ചോദിച്ച്, പണ്ടങ്ങനെയാണല്ലോ വിവാഹത്തിന് പോകുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ സ്നേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കും, നബിയെ സ്നേഹം എങ്ങനെയാണ്, ഉണ്ടോ? നബി നമ്മൾ എന്താ ആയിഷ നീ ചോദിക്കുന്നത്? എനിക്ക് നിന്നോട് വലിയ സ്നേഹമല്ലേ? എങ്കിലും നബി എത്ര ഉണ്ട്? നമ്മുടെ ഭാര്യമാർ ചോദിക്കൂല, ഇത്രയാണോ സ്നേഹം പറയും എന്നൊക്കെ പറയുമല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുള്ളത്? അവസാന ശല്യം സഹിക്കാൻ വയ്യാതെ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ നീ കയറ് കണ്ടിട്ടുണ്ടോ? അതെ കണ്ടിട്ടുണ്ട് നബിയെ. ആ കയറിന്റെ പിരികൾ ഇങ്ങനെ പെനഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നബിയെ. അതുപോലെ എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി പെനഞ്ഞു കിടക്കാൻ പോരെ. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സമാധാനമായി. ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് കയറി പോയി. അതിനുശേഷം എപ്പോഴും നബിതങ്ങൾ ഇതുപോലെ അവസരങ്ങളിൽ സഹാബത്തുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും അല്ലാതെയൊക്കെ വന്നിട്ട് പിന്നെ സ്നേഹം ഉണ്ടായി എന്തുമാത്രം സ്നേഹം എന്നൊന്നും ചോദിക്കൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് നബിയോട് ചോദിക്കും, നബിയെ കൈഫൽ അഖദതു യാ റസൂലല്ലാഹ്, കയറിപ്പ് എങ്ങനെ ഉണ്ട്? നബിതങ്ങൾ പറയും, ഹിയ ഫി ഹാലിഹ, അത് അങ്ങനെ തന്നെ ഉണ്ട്, അതിന്റെ പിരിക്ക് ഒരു ലൂസും വന്നിട്ടില്ല, ഇപ്പൊ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഭാര്യമാർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കണം. ഇന്ന് രാത്രി പോയിട്ട് രാത്രി 12 മണിയാകുമ്പോൾ വിളിയുന്നോണ്ട് ചോദിക്കരുത്. ഭാര്യയെ വിളിച്ചിട്ട്, റംല കയറങ്ങനെ ഉണ്ട്? പാവപ്പെട്ടവള് പറയും, അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. വാള് കേൾക്കാൻ വരാത്ത അയൽവാസിയായിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് തൂങ്ങാൻ പോകണമെന്ന് വിചാരിക്കും.
അങ്ങനെ ചോദിക്കണ്ട, നമ്മുടെ ഭാഷ ഏതാണോ അതിൽ നമ്മൾ ചോദിക്കാം. അർരിജാലു വന്നിസാഉ ഹൗല റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നാളെ ഇനി ഫോൺ ചെയ്തിട്ട് ശല്യപ്പെടുത്തേക്കും വേണ്ട, ആര് എവിടെ ഉണ്ടെന്ന് ചോദിക്കും. കിതാബൂടെ പറഞ്ഞങ്ങ് പോവാം. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബിതങ്ങൾ പറയാണ്, ഇങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞാൽ എല്ലാ അമലും പൊളിച്ചാൽ. അതുകൊണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ പിണങ്ങാം, ഉടനെ ഇണങ്ങണം. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലിയോട് പിണങ്ങിയിട്ട് ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അലി ശരിയല്ല. നബിതങ്ങൾ ചോദിച്ചു, ശരിയല്ലേ മോളെ? അപ്പൊ ഫാത്തിമ ബിബി പറഞ്ഞു, അല്ല നബി. അപ്പൊ ഫാത്തിമ വിചാരിച്ചത് എന്താ, വാപ്പായി എന്റെ സെറ്റ് എന്നാ വിചാരിച്ചത്, എന്റെ കൂടെ വാപ്പായി ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പൊ ഫാത്തിമ ബീബിയെ തിരിച്ചു നിർത്തിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്റെ മകളാണ് നീ ഫാത്തിമ. ഈ അവസരത്തിൽ നീ മരണപ്പെട്ടു പോയാൽ വല്ലാഹി നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിക്കില്ല ഫാത്തിമ. അതുകൊണ്ട് ഓടിച്ചല്ലോ, അലിയുടെ കാൽക്കൽ വീഴുന്ന പൊരുത്തം ചോദിച്ചിട്ട് മാപ്പ് ചോദിച്ചിട്ട് മിണ്ടി കിട്ടി വന്നാൽ മതി എന്റെ മുന്നില് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയെ ഓടിച്ചു വിട്ടു അല്ലാഹുവിന്റെ റസൂൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ, ആ ഒരു ജീവിതം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഇണക്കങ്ങൾ വരും. കലവും ചട്ടിയൊക്കെ ആകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അത് ഞണങ്ങാതെയും ഉടയാതെയൊക്കെ നോക്കണം. അല്ലാതെ നമ്മൾ പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തൊലാക്ക് ചെല്ലിയിട്ട് ജമാഅത്ത് കമ്മിറ്റിക്ക് മുസ്ലിയാക്കന്മാർക്കൊന്നും കുഴപ്പമുണ്ടാക്കി വെക്കാതിരുന്നാൽ മതി. സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും കുഴപ്പങ്ങളുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ മാത്രം. അതുകൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കേണ്ടവരാണ്. റസൂലുള്ള പറഞ്ഞ എന്താണ്, നിന്റെ ഭർത്താവിന്റെ തലമണ്ട പഴുത്തിട്ട് 2 നാസ്വാദ്വാരങ്ങളിലൂടെ രക്തവും ചലവും ഇങ്ങനെ ചാലിട്ടൊഴുകുമ്പോഴും നീ നിന്റെ നാവ് കൊണ്ട് ഒപ്പിയെടുത്തു കൊടുത്താൽ ഭർത്താവിനുള്ള കടമ നിർവഹിച്ചവളാകില്ല എന്ന് പറഞ്ഞാൽ, നീ ഭർത്താവ് ഒരു ജലദോഷം വരുമ്പോഴും മണ്ട പൊട്ടി ഒഴുകുമ്പോൾ നാക്കൊണ്ട് നക്കിയെടുക്കാൻ പോകണമെന്നല്ല ഇസ്ലാം. അങ്ങനെ ഒരിക്കലും ഒരു വൃത്തികെട്ട ഒരു പ്രവണതയ്ക്ക് ഇസ്ലാം കൂട്ടി നിൽക്കൂല. പക്ഷെ അതിന്റെ ഗൗരവം പറഞ്ഞു തന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ മറച്ച പെൺകുട്ടി നമ്മളങ്ങ് ചെയ്തു കൊടുക്കാറുണ്ട്. അത്രത്തോളം ഗൗരവത്തോടു കൂടി എടുക്കണം, അത്രത്തോളം പ്രാമുഖ്യം നമ്മൾ കാണണം. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും അസഭ്യത്തിന്റെ വാക്കുകൾ, സഭ്യതയില്ലാത്ത വാക്കുകൾ, അശ്ലീല ചുമയുള്ള വാക്കുകൾ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ നാണം കെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ട് അവനെ കൊച്ചാക്കി കാണിച്ചാൽ, എന്റെ സഹോദരി, ആ സന്ദർഭത്തിൽ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നിന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണ് വിളിച്ചു പറയുന്നു, ഏത് പെണ്ണാ? ഒരു കാര്യം ഞാൻ എന്റെ പെങ്ങന്മാരോട് പറയട്ടെ, പുരുഷന്മാരാകുന്ന ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ച് അവരെ പറ്റിയിട്ട് മോശമായ വർത്തമാനങ്ങൾ പറഞ്ഞു അവരെ വരച്ചവരൊക്കെ നിർത്താൻ ശ്രമിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചോദിക്കാനും പറയാനും ആളുള്ളവരാണ് പുരുഷന്മാര്, ഭർത്താക്കന്മാര്. ആരാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകം മനസ്സിലാക്കിക്കോ. നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതാ നിനക്ക് നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഖുറാനികളായ സ്ത്രീകളില്ലേ, അവർക്കുള്ള മുൻപല്ലിന്റെ ലംഘകൾ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. ദുനിയാവിലെ സ്ത്രീകളെ പോലെയാണോ ഖുറാനികളായ സ്ത്രീകള്? എന്റെ യുവാക്കളെ, രക്തത്തിളപ്പുള്ള യുവാക്കളെ, വിപ്ലവബുദ്ധിയുള്ള യുവാക്കളെ, എന്തിനും തയ്യാറായിരിക്കുന്ന യുവാക്കളെ, വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്ത് നിൽക്കുന്ന തൊലിവെളുപ്പുള്ള പെണ്ണിനെ നോക്കിയിട്ട് നിന്റെ ആദർശത്തെ പണയം വെക്കല്ലടാ. അന്യ സമുദായത്തിന്റെ പെണ്ണിനെ കണ്ടിട്ട് പുറകെ പോയിട്ട് നിന്റെ മതത്തെ പറ്റിയിട്ട് നീ മോശമാക്കി കാണിക്കല്ലേ. ആലോചിച്ചോ, ഇതൊക്കെ ചെയ്യാതിരുന്നാൽ നിനക്കൊരു സുന്ദരിയായ പെണ്ണിനെ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ 1000 കോടികളുടെ അംശം ഈ പരുത്തിക്കുഴിയിലെയും പള്ളിത്തെരുവിലെയും ദുനിയാവിലെയും സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. കാലിന്റെ മാംസത്തിലൂടെ, കാലിന്റെ തൊലിയിലൂടെ, കാലിന്റെ രോമത്തിലൂടെ കാലിന്റെ തൊലി കാണാ, തൊലിയിലൂടെ അകത്തുള്ള മാംസം കാണാ, മാംസത്തിലൂടെ അകത്തുള്ള മജ്ജ കാണാ, എല്ല് കാണാ, എല്ലിലൂടെ അതിനകത്തുള്ള മജ്ജ കാണാ. അത്രത്തോളം സുന്ദരികളായ സുമുഖികളായ സ്ത്രീകളാണ് ഹൂറാനികള്. എന്റെ സഹോദരിമാരെ, ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് വലിയവളെന്നാണ്. ആകർഷണീയമായ അട്രാക്ഷനുള്ള കണ്ണുകളുള്ള സുന്ദരികളായ സ്ത്രീകളിൽപ്പെട്ട ഹൂറാനികളിൽപ്പെട്ട നിന്റെ ഭർത്താവിന് വേണ്ടി പടച്ചതമ്പുരാന് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൂറിയായ സ്ത്രീയുണ്ടല്ലോ, നിന്നോട് പറയുന്നു പെണ്ണേ, പള്ളി തെരുവിലെ താത്ത ലാ തുലീ
നിന്റെ ഭർത്താവിനെ നീ ബുദ്ധിമുട്ടിക്കേണ്ട പെണ്ണേ, ഖാതലകില്ല, അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നീ ചിന്തിക്കണ്ട. 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്നവനാണ് അവന്. ഞങ്ങളിലേക്ക് നിന്നെ വേർപെട്ടു വരാനിതാ അടുത്തിരിക്കുകയാണ്. അവന്റെ ആത്മാവ് ശരീരത്തോടും വിട ചൊല്ലിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് സ്വന്തമാണ് നിന്റെ ഭർത്താവ്. അതുകൊണ്ട് തൊട്ടുപോകല്ലേ, ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ട് എന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിന്റെ സുന്ദരമായ പരദീസകളിൽ ആറാടുന്ന സുന്ദരികളായ സുന്ദരികളായ ഹുറാനുകളായ സ്ത്രീകളിൽപ്പെട്ട നിന്റെ ഭർത്താവിന് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ത്രീ നിന്നോട് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, അതുകൊണ്ടല്ലേ എന്റെ സഹോദരിമാരെ, ഭർത്താക്കന്മാര് നമ്മുടെ ഭർത്താവാണ്, നമ്മുടെ എല്ലാമാണ്, നമ്മുടെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്നവരാ, എന്റെ മാരടപ്പിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയവനാണ്, എന്റെ അരുമ സന്താനങ്ങളുടെ പിതാവാണ് എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാമെന്ന് ധരിക്കല്ലേ. അതുകൊണ്ടാണ് മരിച്ചു 3 കഷണം തുണിയിൽ പുരിഞ്ഞ് 3 വെള്ളത്തുണിയിൽ പുരിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് പള്ളിക്കാട്ടിൽ 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ നമസ്കരിക്കുന്നവര് ദ്വാരക്കുന്നില്ലേ, അല്ലാഹുമ്മ അബ്ദിഹാ സൗജന ഖൈറൻ മിന സൗജിഹാ. അല്ലാഹുവേ, ഇവിടത്തെ ഇണയെക്കാൾ സുന്ദരിയായ ഒരു ഇണയെ, സുന്ദരിയായ ഒരു ഭാര്യ അവിടെ നൽകണേ റഹ്മാനേ എന്ന് ദ്വാരക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടും, ശരി തന്നെ. ഹും വസ്വാജുഹും ഫീ ളിലാലിൻ അലല്ലറായികി മുത്തഖിഊൻ. കാര്യം ശരി തന്നെ, നിങ്ങളും നിങ്ങളുടെ ഇണകളും നാളെ സ്വർഗത്തിന്റെ ചാരുകസേരയിൽ ചാരിയിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളല്ലാത്ത ചില ഭാര്യമാര് കൂടി എവിടെയുണ്ട്, അവരുടെ പേരാണ് ഹൂറുൽ ഈൻ. നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് അവർ നിങ്ങളോട് പറയും തൊട്ട് പോകരുത്, സൂക്ഷിച്ചു കളിക്കണം. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല, എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ, എന്റെ ഭാര്യ ഇവിടെ ഇല്ല, നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങൾ പറയാം, ചോദിക്കാനും പറയാൻ ആളുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ അവൾ പറയും, ചുമ്മാതല്ല 2-3 മാസം കൊണ്ട് ഫോൺ വരുമ്പോ കിണറിന്റെ മുകളിലോട്ട് ഓടുന്നത് എന്ന് അവൾ പറയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. അള്ളാഹുവിന്റെ നമ്മുടെ സഹോദരിമാർക്ക് അല്ല പുറത്തു കൊടുക്കട്ടെ. അവർ പറയുന്നത് എന്താ, ഉസ്താദെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമേ തരുന്നില്ല ഇസ്ലാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് യഹബുലി മയ്യശാഉ ഇനാസ. അള്ളാഹ് പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞത് പെൺകുട്ടികളെ അള്ളാഹു ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന, മക്കളെ കൊടുക്കുന്ന വിഷയം. ഞാനിത് വള്ളക്കടവിൽ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം അള്ളാഹ് പറഞ്ഞ സ്ത്രീകളെ നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾക്ക് തരുമെന്നാണ്. ഇത് വലിയ സ്വാതന്ത്ര്യം. എന്താ, വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് പോയാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ട പെൺകുട്ടിയുടെ കയ്യിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണം. പിന്നെ ആകെ നിങ്ങൾക്ക് പെട്രോൾ പമ്പിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, അതുപോലെ തന്നെ മരം കയറാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ പിന്നെ ഏത് ഇസ്ലാമാ, ഒന്നും സമ്മതിക്കൂല എന്റെ സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോളിൻ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധിയാക്കുമാറാകട്ടെ. ചെയ്തു പോയ പാപം ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് മസലൊക്കെ പിടിച്ച് നിൽക്കും ഭർത്താക്കന്മാരെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് മതി. കാരണം ഇന്നിപ്പോ ഇത് കേട്ടോണ്ട് പോയിട്ട് ധൈര്യമായിട്ട് വരും, 2 തൊണ്ടേക്കാനൊക്കെ എന്നൊക്കെ ആക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, എന്തായിരുന്നാലും നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് അവര്. ഇത് വിഷയം പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല. കാരണം ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു മഹലിൽ ജോലി നോക്കിയിട്ടുണ്ട്. ആ മഹലിൽ സ്ത്രീകളുടെ ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞിട്ട് അവിടെ മതപ്രസംഗം ഉണ്ടായിരുന്നപ്പോൾ അവിടെയും ഇതിന് സമാനമായ മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു കത്ത് കൊടുത്തുവിട്ടു, ഉസ്താദെ സ്ത്രീകളുടെ വിഷയം മാത്രം നിങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് പുരുഷന്മാരുടെ വിഷയം പറയുന്നില്ല? അവർക്ക് സ്ത്രീകളോടുള്ള കാര്യം കൂടി പറയും, എങ്കിലല്ലേ നമുക്ക് സന്തോഷമാവും, നമ്മുടെ വീട്ടിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റൂ. കാരണം എന്താണ്, ഒന്നും അല്ലെങ്കിൽ ആ സഹോദരി പറയാണ്, ഉസ്താദെ എന്നും ഇടിയും തൊഴിയുക, അതുകൊണ്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു വിടുന്നു. അപ്പൊ ഇതാണ് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് പുരുഷന്മാര് എങ്ങനെ ആയിരിക്കണം, പുരുഷന്മാർ ആരായിരിക്കണം എന്നൊക്കെ ഇൻഷാ അല്ലാഹ്. ആ സ്ഥലത്തിന്റെ പേരെന്താ? മൂന്നാറ്റുമുക്ക് ഇൻഷാ അല്ലാഹ് 8, 9, 10 ഒക്ടോബർ 8-ാം തീയതി ഞാനും 9, 10 നൗഷാദ് ബാക്കവി ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഷയം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. അതവിടെ നിൽക്കട്ടെ, ബാക്കി ചർച്ച ചെയ്യാൻ സമയമില്ല. രണ്ടാമത്തെ വിഷയം ബാക്കിയുള്ള വിഷയം വളരെ ഗൗരവമായ വിഷയമാണ്. അപ്പൊ ഒന്നാമത്തെ വിഭാഗം നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് നരകത്തിന്റെ അവകാശികൾ. രണ്ടാമത്തെ ഏതാ? സഹോദരിമാരെ ശ്രദ്ധിച്ചു കേട്ടോ, രണ്ടാമത്തെ വിഭാഗം
ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് എന്താ? ഭർത്താവിനെ വിളിക്കുന്നത് കാലം വരുന്നു എന്നാണ്. കാലം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിക്കും മലക്കായിരിക്കും. കാരണം കാലൻ എന്ന് പറയുന്നത് അമുസ്ലിം സഹോദരങ്ങൾ കാലൻ എന്നാണ് അതിനെ പറ്റിയിട്ട്, മാലാകമാരെന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവര് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കുഞ്ഞൻ നമ്പ്യാർ തന്നെ പറഞ്ഞത്, മരണത്തിൽ കാലനെ പറ്റി പറഞ്ഞപ്പോൾ വൃദ്ധന്മാരോരോ കൂട്ടം നിറഞ്ഞോ ഭൂതലം തന്നിൽ കഴിവില്ല കാലാനില്ല മുത്തച്ഛനോ കണ്ടു മുത്തച്ഛാനിരിക്കുമ്പോ മുത്തച്ഛാനവാനുള്ള മുത്തച്ഛൻ മരീച്ചില്ല. കാലനില്ല എന്ന് പറഞ്ഞാൽ മലക്ക് വരൂലെന്നാണ് എന്റെ അർത്ഥം. ഭാര്യമാര് ചില ഭർത്താക്കന്മാരെ വിളിക്കുന്ന കാലൻ എന്നാണ്, കാലമാടൻ. ഭർത്താവിന്റെ ഉമ്മയെ വിളിക്കുന്ന ഭദ്രകാളി സൈനമ്പി, എന്തൊക്കെ പേരുകൾ. നാളെ നമ്മൾ ഇതുപോലെ അമ്മായി അമ്മ നാത്തും. അതുകൊണ്ടല്ലേ ഒരു സ്ത്രീയെടുത്ത് ചോദിക്കുകയാണ് ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന ആരാ? അപ്പൊ ആ സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു ആദമു ഹവ്വായാണ്. സംശയമൊന്നുമില്ല. ചോദിച്ചപ്പോ പറയാ അവർക്ക് നാത്തുമാരും ഇല്ല, അമ്മായി അമ്മയില്ല. ഇതാണ് അവർക്ക് ആകെ ശല്യം രണ്ടുപേരുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ വളർന്നു വരുമ്പോ നമ്മൾ ഒരു അമ്മായി അമ്മ ആകും, നമുക്ക് മരുമക്കൾ ഉണ്ടാകും, അപ്പൊ നമുക്ക് നാത്തുമാരുണ്ട്. ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കാറില്ല. അപ്പോഴുള്ളത് എല്ലാം അപ്പോഴെപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് ഞാൻ കിടക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ഇംറഅത്തുൻ സ്ത്രീയാ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ. പുരുഷന്മാരിൽ നിന്ന് ശരീരം മറയ്ക്കാത്തവളാണ്, ശരീരം മറയ്ക്കാത്തവരാണ്. അന്യ പുരുഷന്മാരെ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നവരാ. നബിതങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം അവരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിന്റെ മുഴുവൻ പുറത്ത് കാണുന്ന വസ്ത്രമാകട്ടെ, അതല്ലെങ്കിൽ അർദ്ധനഗ്നകളാകട്ടെ, അതല്ലെങ്കിൽ ധരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം പുറത്താ. ഈ അവസ്ഥയിൽ നടക്കുന്ന പെണ്ണേ, രണ്ടാമത്തെ വിഭാഗം നീയാണെങ്കിൽ നിനക്ക് വേറൊരു ജോലി കൂടിയുണ്ട്. എന്തെന്നറിയോ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട് വിട്ട് പുറത്തു പോകുന്നവളാ. സർക്യൂട്ട് ഭർത്താവ് അറിയാതെ പുറത്തു പോവാൻ, ഭർത്താവ് അറിയാതെ പുറത്തു പോകുന്നു എങ്ങനെയാണ്? ശരീരം മറച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാട്ടിയാല ഇറങ്ങി, അത് മാറി. അത് കഴിഞ്ഞിപ്പോ ഒരു അനാർക്കലി ഇറങ്ങി, അത് കഴിഞ്ഞു. പിന്നെ ഒരു മസാർക്കല്ലിയായി. രണ്ട് കൈയും നെറ്റാണ്. സുബ്ഹാനല്ലാഹ്. 2012 പിറന്നപ്പോൾ അള്ളാഹു തആല പെട്ടെന്ന് വേറൊരു വസ്ത്രം ഇറക്കി. ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ നെറ്റാവുന്ന വസ്ത്രം അവർ ഇടുമായിരുന്നു. മൂന്നാമതിറങ്ങിയ വസ്ത്രത്തിന്റെ പേരെന്താ? മേരി ലാമ്പ്. മേരി ലാമ്പ്. എല്ലാവരും 90 വയസ്സായ ഉമ്മാമായും പോയി ചോദിക്കുന്നത് മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടാകുന്ന. കടക്കാരൻ പറയും വാപ്പാക്കൊരു കുട്ടനാട് മാത്രം ഉണ്ടാകുന്ന ഉലുഹിയെ കറുത്തെന്ന് പറയും. എല്ലാവർക്കും ഇതാണ് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, മുഹബ്ബത്ത്. എന്തൊക്കെ വസ്ത്രങ്ങളാണ്! എല്ലാവരും വന്നിട്ട് പറയും, ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര ഇസ്സത്തോടെയും പറയും, എന്റെ മകളെ അവള് ഫുൾ കൈയാണ് എന്ന് പറയുമ്പോ അതുവഴി പോകുമ്പോ കാണാം ഫുൾ കൈ എന്ന് പറഞ്ഞാൽ ഫുൾ കൈ പുറത്തുനിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വസ്ത്രം ധരിക്കുന്നു നാണമില്ലേ നമുക്ക്? എന്റെ സഹോദരിമാരെ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ബിസ്മില്ലാഹിർ മൈക്കാണ്ട് വെള്ളമൊന്നും വേണ്ട. 2000 കുറഞ്ഞില്ലേ മൈക്കിന്റെ വാട? മിനിങ്ങാന്ന് പ്രസംഗിച്ചത് കളമശ്ശേരിയിലാണ്. കത്താതെ ഇപ്പോഴും നിൽക്കുന്ന ഒരു ബസ് ഉണ്ടല്ലോ അവിടെ. ആ കളമശ്ശേരി പ്രസംഗിക്കുമ്പോൾ മൈക്ക് സെറ്റാർ അപ്പോഴും ഇങ്ങനെ പറയും, പറ്റി പറയും ഉസ്താദ്. അവസാനം പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് 5 വട്ടം പറഞ്ഞു, 1000 രൂപ വെച്ച് കൂട്ടിയാലും 5000 രൂപ കുറഞ്ഞു. പിന്നെ അവസാനം പാവപ്പെട്ടവരല്ലേ, അല്ലാഹു തആല എന്തായിരുന്നാലും എല്ലാ ഉസ്താദന്മാരും ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്ന ബിസ്മില്ലാഹിന്റെ കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം ശരീരം മറയ്ക്കാത്തവരാണ്. മാത്രമല്ല അനുവാദമില്ലാതെ പുറത്തു പോകുന്നവരാണ്. അനുവാദമില്ലാതെ പുറത്ത് ശരീരം മറയ്ക്കുന്ന വിഷയമൊന്നും പറയാനുള്ള ടൈം നമുക്കില്ല. ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ അത് നാളെ ഇവിടെ ചർച്ചയായേക്കാം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നായിരുന്നാലും ഒരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു സ്ത്രീ അവള് വസ്ത്രം ധരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ വികാരത്തെ ഇളക്കി വിടുന്ന രീതിയിൽ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ അതിന്റെ പേരിൽ വ്യഭിചരിക്കാനിട വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നീയാണ്.
സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സ്ത്രീ ഏറ്റെടുക്കേണ്ടി വരും. കാരണം എന്താ? നോക്കുന്നത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന നോക്കുന്നവനെയും നോക്കപ്പെടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാ? വഴിയിൽ നിൽക്കുന്ന നോക്കുന്നവരെ മാത്രമല്ല, നോക്കണമെങ്കിൽ നിനക്ക് നോക്കണമെങ്കിൽ മറ്റുള്ളവർ എന്നോട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കാൻ വേണ്ടിയിട്ട് അതിന് കാരണമാകുന്നതിന് നീ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അതിന് മുഴുവൻ കാരണങ്ങളും ഉത്തരവാദിത്വവും നിന്റെ മണ്ടയിൽ തലയിൽ കെട്ടിവെക്കുമെന്നതിന് സംശയമില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ. വിശാലമായിട്ട് ഞാൻ ആ വസ്ത്രധാരണത്തെ പറ്റി പറയുന്നില്ല. എന്റെ സഹോദരിമാര്, എന്ത് അന്തസ്സുള്ള വസ്ത്രമാണ്, എന്ത് അന്തസ്സുള്ള വസ്ത്രമാണ് പർദ്ദയും ധരിച്ച് റാഹത്തായിട്ട് നടക്കുക. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് നോക്കുമ്പോൾ പ്രത്യേകമായി എന്നോട് പറഞ്ഞു, ഉസ്താദെ ഔറത്തിന്റെ കാര്യമൊന്നും പറയണ്ട, പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ പറ്റി കിട്ടി ഇവിടെ ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നു പർദ്ദ ധരിച്ചവരൊക്കെ ശരിയാണ്, പർദ്ദ ധരിച്ചവരൊക്കെ ശരിയാണ്, ദാടി വെച്ച് പോയാൽ പറയുന്നത് എന്താ, ദാടിക്കാരന്മാരെല്ലാം ശരിയാണെന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൊത്തം അവിടെ മണ്ടേ കെട്ടി വെക്കാൻ പറ്റുമോ? നടന്ന് പെണ്ണ് കെട്ടുന്ന ഒരാളെ കണ്ടിട്ട് നിക്കാഹ് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പരിപൂർണമായി ഈ ഔറത്തും. ഈ അടുത്ത സമയത്ത് പത്രത്തിലൊരു വാർത്ത വന്നു, എഡിറ്റോറിയൽ പേജിൽ വലിയൊരു വാർത്തയായിരുന്നു, സ്ത്രീ വസ്ത്രധാരണം പുരുഷനെ കണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീൻസ് പാന്റ് ഇടണമെന്നല്ല, ഒരു പുരുഷന് അനുവദിച്ചിട്ടുള്ളതിനേക്കാളും അപ്പുറം ധരിക്കാം. നമ്മളെ നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, പുരുഷന്മാരെ നോക്ക് സഹോദരിമാരെ, എങ്ങനെയാണ് അവര് ധരിക്കുന്നത്? എങ്ങനെയാണ്? ശരീരം ആകെ മുട്ട് മുതൽ, ഷാഫി മദ്ഹബിന് പ്രകാരം മുട്ട് മുതൽ, അല്ല അവരെ വസ്ത്രവിധാനത്തിൽ മുട്ട് മുതൽ പൊക്കിള് വരെ, അത് മാത്രമേ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളൂ. ബാക്കിയൊക്കെ അവരെ അധികം ചെയ്യുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ മറ്റുള്ള മാന്യത മറയ്ക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഔറത്ത് മറയ്ക്കുന്നു, നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഔറത്ത് മറയ്ക്കുന്നു. പക്ഷെ സ്ത്രീക്ക് അല്ലാഹു കൊടുത്തുള്ള ശരീരം മുഴുവനുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് നേരെ തിരിച്ചായിപ്പോയി വസ്ത്രം ധരിക്കുന്നത്. ആണിന്റെ പിന്നെ ഇത് സ്ത്രീയുടെ ഇത് പുരുഷനായി മാറിയിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു ദമ്പതികൾ വിവാഹം കഴിഞ്ഞു, ബൈക്കൊക്കെ എടുത്തു കൊടുത്തു പെണ്ണിന്റെ വാപ്പ. ആ ബൈക്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോൾ എങ്ങനെ ഇരുന്ന് പോവാ, പുറകിൽ ഭാര്യയും വെച്ചുകൊണ്ട്. ആ പോകുന്ന ഭർത്താവ് എങ്ങനെയാ പോകുന്നത്? കയ്യിൽ തണുപ്പായതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിരിക്കുന്നു, ഫുൾ കൈയാണ്, പാന്റ് ധരിച്ചിരിക്കുന്നു, ഇൻഷർട്ട് ചെയ്തിരിക്കുന്നു, ഷൂ ധരിച്ചിരിക്കുന്നു, സോക്സ് ധരിച്ചിരിക്കുന്നു, തലയിൽ ഹെൽമറ്റും വെച്ചിരിക്കുന്നു. പിന്നെ എവിടെ അവന് പുറത്തുള്ളത്? ഒന്നുമില്ല. പക്ഷെ ബാക്കിരിക്കുന്ന ഭാര്യയുടെ അവസ്ഥ നോക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വിശാലമായിട്ട് ഞാൻ അതിന്റെ വ്യാപ്തിയെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ എല്ലാ സ്ത്രീകളും പറയുന്നത്, ഉസ്താദെ ഔറത്ത് ഞങ്ങൾ കഴുത്ത് മുതൽ താഴോട്ടല്ലേ അതൊക്കെ മറച്ചിട്ടുള്ളൂ, പിന്നെ ഈ തല അത് എന്റെ ഒരു സ്റ്റൈലാണ്, എന്റെ വീട്ടിന്റെ മുന്നിൽ ആദ്യമായി പൂത്ത ആ പിച്ചിപ്പൂവിന്റെ, മുല്ലപ്പൂവിന്റെ ഒരു മാല ഉണ്ടാക്കിയിട്ട് എന്റെ തലയിൽ വെച്ചുകൊണ്ട് പോകുമ്പോ ഞാൻ പിന്നെ എങ്ങനെ ഉസ്താദെ? അല്ലെങ്കിൽ എന്റെ മകള് വാപ്പ കൊടുത്തേച്ച ബോയല്ലേ തലയിൽ വെച്ചിരിക്കുന്നത്, എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് തല തുറന്നിട്ടാൽ ഒരു മുടി നീ തുറന്നിട്ടുള്ള അവസ്ഥ. ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവില്ല. രണ്ട് വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കെടുക്കൂല. ഒന്ന് പട്ടിയുള്ള വീട്ടിലും, നാളെ പട്ടിയാണ് വിഷയം അല്ലേ, ഖുർആനിലെ നായ. എന്റെ സഹോദരങ്ങളെ, കബീർ ഉസ്താദ് എല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. അൻവാറശ്ശേരിയിൽ അടുത്ത സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. അവിടുത്തെ വിഷയം ഖുർആനും മഅദനിയും. ഖുർആൻ ഇത്രത്തോളം കൈകാര്യം ചെയ്യാനും ഖുർആനിനെ പറ്റി ആധികാരികമായി പഠിച്ച് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടവരുണ്ട്. വായും തുറന്നിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വായിന്ന് വീണിട്ടിട്ട്. അല്ലാഹു തആല ദീർഘായുസ്സും എല്ലാം അല്ലാഹു തആല ഇൽമും എല്ലാം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് ഉസ്താദ് ബാക്കവി ഉസ്താദും അഹമ്മദ് കബീർ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നായ ഉള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കെടുക്കൂല. അതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു രൂപം ഉള്ള വീട്ടിൽ ഫോട്ടോ വെച്ചിരിക്കാൻ, ദുബായിൽ നിൽക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ വെച്ചിരിക്കാൻ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാലും കാണാം, അടുക്കളയിൽ നിന്ന് കയറിയാലും കാണാം, സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയാലും കാണാം, ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാലും കാണാം. രാവിലെ എന്നും കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാം. നിന്റെ ഭർത്താവിനെ പറ്റി ഒന്നും ഓർമ്മ ഉണ്ടാകും, പക്ഷേ റഹ്മത്തിന്റെ മലക്കെടുക്കൂല. അള്ളാഹുവിന്റെ കോടിക്കണക്കായ മാലാഖമാര്, ആ മാലാഖമാരുടെ എണ്ണം നിങ്ങൾക്കറിയോ എന്റെ സഹോദരങ്ങളെ? 7 ആകാശങ്ങൾ, 1 ആകാശത്ത്, കഅബാലയത്തിന്റെ നേരെ മുകളിൽ 1 ആകാശത്ത് ഒരു ഗേഹമുണ്ട്, പേര് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിൽ നിന്ന് ഒരു ചരൽക്കല്ലെടുത്തിട്ടാൽ അത് നേരെ വന്ന് വീഴുന്നത് കറുത്ത കല്ലായ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നടുവിലാണ്. അങ്ങനെയുള്ള ബൈത്തുൽ മഅമൂറിനകത്ത് ഇബാദത്തെടുക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ്. ഒരു ടൈമിൽ ഇബാദത്തെടുക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000 മലക്കുകൾ ഒരു സമയം അതിനകത്ത് കയറി ഇബാദത്തെടുക്കും. ഒരിക്കൽ ഇബാദത്തെടുത്ത മലക്കിന് പിന്നെ ഖിയാമത്ത്
ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കയറാനുള്ള ഭാഗ്യമില്ല. എന്നാൽ ലോകാവസാനം വരെയും അവിടെ ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തുമാത്രം മലക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാലാഖമാരിൽ ഒരു വിഭാഗത്തിന്റെ പേരെന്താണെന്നറിയോ? പ്രൊട്ടക്ഷന്റെ മാലാഖമാരെന്നാണ്, സംരക്ഷണത്തിന്റെ മാലാഖമാരെന്നാണ്. ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ഷന്റെ മാലാഖമാരെന്നാണ്, സംരക്ഷണത്തിന്റെ മാലാഖമാരെന്നാണ്. ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? വിശ്വാസികളെയും വിശ്വാസിനികളെയും അത് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ആ വിശ്വാസികളെയും വിശ്വാസിനികളെയും സംരക്ഷിക്കുന്ന മലക്കുകളുടെ പേരാണ് ഹഫളത്തിന്റെ മാലാഖമാര്. ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഒരു വിഭാഗത്തെ ഇറക്കിയിട്ടുണ്ട്. ഈ മലക്കുകളാണ് അടുക്കൂല എന്ന് പറഞ്ഞ 2 വീട്ടില്. മൂന്നാമത് എന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ ഇരിക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിലാണ്. ഏത് സഹോദരിമാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രചരണത്തിന്റെ പ്രഥമഘട്ടം ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. ഖദീജ റളിയല്ലാഹു അടുക്കലേക്കാണ് ഓടി വന്നത്. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലുന്നൂർ 1 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം താഴെ നിന്ന് മുകളിലെത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ജബലുന്നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ 4 ഭാഗത്ത് പാറകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതല്ലെങ്കിൽ പാറകളാൽ ആവരണം ചെയ്യപ്പെട്ട ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോഴാ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വരുന്നത്. പേടിച്ച് ഓടി വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്. നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ല. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ആ മലയോരത്തു കൂടി റസൂലുള്ള ഓടി 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 ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് അവിടെ പോയാൽ പേടിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇത്രയും പുരോഗമനങ്ങൾ ഉണ്ടായിട്ട് ആ ഒരവസ്ഥയിൽ ഓടി അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, ഖദീജ സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പെട്ടെന്ന് പുതച്ചേ, എനിക്ക് വല്ലാതെ കിടുങ്ങലാണ്, പനിയാണ്. നമ്മുടെ ഭാര്യമാരുടെ അടുക്കൽ നമ്മൾ ഓടി വന്നിട്ട് പറയാൻ, പുതപ്പിട്ടൊന്ന് മൂഴുത്താ പേടിച്ചു എന്ന് പറഞ്ഞാൽ ചോദിക്കും, എവിടെ പോയിട്ടാ വന്നത് പേടിച്ചത് എന്ന് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ പുതച്ചു കൊടുത്തു ഖദീജ റളിയല്ലാഹു അൻഹ പുതച്ചു മൂടിയിട്ട് പറഞ്ഞു, നബി നിങ്ങൾ വിഷമിക്കണ്ട. എന്നിട്ട് നബി തങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവസാനം പറഞ്ഞു, ഒരവസരത്തിൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരും. മൂന്നാമത്തെ വിഷയം അതാണ്, ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരണം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി റസൂൽ പറഞ്ഞു, എന്ത് ആഗ്രഹമാണ്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാനല്ലേ നിനക്ക്, ധൈര്യമായിട്ട് പറഞ്ഞോ. റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ വേറൊരു ആഗ്രഹമില്ല, ഇനി ജിബ്രീൽ വരുമ്പോ എനിക്കൊന്ന് കാണിച്ചു തരണം. അത്രയും ജിബ്രീൽ വരുമ്പോ ഒന്ന് കാണിച്ചു തരണം. നബി തങ്ങൾ പറഞ്ഞു, ഖദീജ വരട്ടെ, ഞാൻ കാണിച്ചു തരാം, നീ കാണുമെങ്കിൽ കണ്ടോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ കടന്നു വന്നു. ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ള വലതുഭാഗത്തിരിക്കുന്നു, ഖദീജ റളിയല്ലാഹു അൻഹ ഇടതുഭാഗത്തിരിക്കുന്നു. ജിബ്രീൽ കടന്നു വന്നു. നബി തങ്ങൾ പറഞ്ഞു, ഖദീജ ദാ ജിബ്രീൽ വന്നിട്ടുണ്ട്, കണ്ടോ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ വന്ന കാര്യം ഖദീജയെ ബോധിപ്പിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല നോക്കുന്നു, നബിയേ ഞാൻ ജിബ്രീലിനെ കാണുന്നില്ല, നബിയേ നിങ്ങൾ കാണുന്നുണ്ടോ? അതേ ഖദീജ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജിബ്രീലിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇല്ലെന്ന് പറഞ്ഞിട്ട് ഖദീജ ബുദ്ധിമതിയാണ്, കുലീനയാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നാലും മാത്രമേ ജിബ്രീലിനെ കാണാൻ കഴിയുള്ളെങ്കിലോ, അതുകൊണ്ട് എഴുന്നേക്കും യാ റസൂലല്ലാഹ്, ഇജ്ലിസ് അലാ യസാരി, എന്റെ ഇടതുഭാഗത്ത് വന്നിരിക്കും നബിയേ, നിങ്ങൾ ഇരുന്ന ഭാഗത്ത് ഞാൻ ഇരിക്കാം. നബി തങ്ങളെ പിടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ ഇരുന്നെടുത്തിരുത്തി. എന്നിട്ട് നബി തങ്ങൾ ഇരുന്ന ഭാഗത്ത് ഖദീജയും ഇരുന്നു. റസൂലുള്ളാഹി കാണുന്നു, പക്ഷേ ജിബ്രീലിനെ ഖദീജയ്ക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ചു നേരം നിശബ്ദയായിരുന്ന ഖദീജ റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ എനിക്ക് കാണാൻ കഴിയുന്നില്ല, ഇടവും വലവുമല്ല പ്രശ്നം, നിങ്ങൾ ഇരിക്കുന്നതിന്റെ നേരെ മുകളിലെ ജിബ്രീൽ വരോളെങ്കിലോ, അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഇജ്ലിസ് അലാ ഹിജ്രി, നബിതങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഇരുത്തി നബിയെ. നബിതങ്ങളെ പിടിച്ച് ഖദീജ മടിയിലിരുത്തുമ്പോൾ റസൂലുള്ളാഹ് കാണുന്നു, പക്ഷേ ഖദീജ കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഖദീജ പറഞ്ഞു, നബിയേ
എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. നിങ്ങളോ നബിയേ ഖദീജ എനിക്കിപ്പോഴും കാണാൻ കഴിയുന്നു. അല്ലാതെ വിഷമിച്ചുകൊണ്ട് കുറച്ചു നേരം നിശബ്ദയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് നബിയോട് ചോദിക്കുന്നു, നബിയേ ഇപ്പോഴും നിങ്ങൾ ജിബ്രീലിനെ കാണുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ജിബ്രീൽ മാഞ്ഞുപോയി. സമാധാനത്തിന്റെ മലക്ക് ജിബ്രീൽ ആ മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ ഇപ്പോഴും കാണുന്നില്ല. അപ്പോൾ ഖദീജ എഴുന്നേറ്റ് റസൂലുള്ളാഹിയെ പിടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ 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 വല്ലാഹി ആ വന്നത് മലക്കാണ്. ആ വന്നത് ഒറിജിനൽ മലക്ക് ജിബ്രീലാണ്. എന്തേ ഖദീജ നിനക്ക് ഇത്ര ഉറപ്പ്? നബിയേ ഞാൻ വന്നത് പിശാചാണോ ജിബ്രീലാണോ മലക്കാണോ? മലക്കാണോ പിശാചാണോ എന്ന് പരിശോധിക്കാ. ഞാൻ ഒരു അടവ് പയറ്റി നബിയേ. എന്ത് തന്ത്രമാണ് എന്ത് സൂത്രമാണ് ഖദീജ നീ പയറ്റിയത്? റസൂലുള്ളാഹിയോട് ഖദീജ പറഞ്ഞ മറുപടി കേൾക്കണോ? ഗൾഫുകാരന്റെ ഭാര്യ, അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന സഹോദരന്റെ ഭാര്യ, അതല്ലെങ്കിലോ എന്റെ സഹോദരിമാരെ എവിടെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരറിയാതെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്ത കന്യാവിവാഹം കഴിയാത്ത സഹോദരിമാരെ തല തുറന്നിട്ടുകൊണ്ട് ബാക്കി മുഴുവനും ഔറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നടന്ന പറമ്പ് ധരിച്ചിട്ടുണ്ട്, ഫുൾക്കൈ നൈറ്റ് ധരിച്ചിട്ടുണ്ട്, ഫുൾക്കൈ ചുരിദാർ ധരിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഉസ്താദേ എന്റെ തലയിലാകെ 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു തുണിയെ ഞാൻ തലയിലിട്ടിട്ടുള്ളൂ, തല മാത്രമേ മറഞ്ഞിട്ടുള്ളൂ, തലമുടി മറഞ്ഞിട്ടില്ല എന്ന് ഉസ്താദിന്റെ മുമ്പിൽ കുമ്പസരിക്കുന്ന എന്റെ പെങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ ഞാൻ വന്നത് പിശാചാണോ മലക്കാണോ എന്ന് പരിശോധിക്കാ. എന്റെ തലയിൽ കിടന്ന തട്ടം ഞാൻ അങ്ങ് മാറ്റി 2-3 മുടി ഞാൻ എടുത്തു പുറത്തിട്ടു മുസ്തഫ. അപ്പോഴാണ് ജിബ്രീൽ മാഞ്ഞു പോയത്. അതേ റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ ഒരു മലക്കിന് പെണ്ണിന്റെ ഔറപ്പ് കാണുന്നത് ലജ്ജയാണ്, വെറുപ്പാണ്, അറപ്പാ. ഇബ്ലീസായിരുന്നെങ്കിൽ പിശാചായിരുന്നെങ്കിൽ അവിടെ നിന്ന് ആ തലമുടിയുടെ സൗന്ദര്യം കണ്ടിട്ടേ പോകുമായിരുന്നുള്ളൂ. മലക്കുകളാണെങ്കിൽ അവർ മാറിപ്പോകും. ഏത് മലക്കുകളാൽ? മലായികത്തുൽ ഹഫള, പ്രൊട്ടക്ഷന്റെ മാലാകമാരാ. പെങ്ങളെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ, നിന്നെ സംരക്ഷിക്കണ്ടേ, അപകടത്തിന് സംരക്ഷിക്കണ്ടേ, ആപത്തിന് സംരക്ഷിക്കണ്ടേ. അതുകൊണ്ട് തലയുടെ ഒരു ലോകം തുറന്നിട്ട് നടന്ന മലക്കുകൾ നിന്റെ കൂടെ വരൂല പെങ്ങള്. പിശാചിന്റെ സങ്കേതമായിരിക്കും നിന്റെ പുറകെ, നിഴല് പോലെ പിശാചായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഓർത്തോ വഴിയരികിലെ വെയിറ്റിംഗ് ഷെഡിന്റെ മുമ്പിൽ തൊലിവെളുത്ത സ്ത്രീയുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ നഗ്നതകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, നിങ്ങൾ ഇബ്ലീസിന്റെ കുഞ്ഞന്മാരാ, ഇബ്ലീസിന്റെ മക്കളാ. മലക്കുകളുടെ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്താൻ കഴിയില്ല. അതുപോലെ ശരീരത്തിന്റെ തലമുടി തുറന്നിട്ടുകൊണ്ട് നടന്ന ഒരിക്കലും നിനക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകില്ല. നമ്മുടെ സഹോദരിമാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര ഞാൻ പറയുന്നുള്ളൂ, തലമുടിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. തലമുടിക്ക് ഇത്രയാണെങ്കിൽ ബാക്കിയുള്ള ശരീരത്തിന്റെ അവയവങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ? എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? നട്ടുച്ച സമയത്ത് ഓഡിറ്റോറിയത്തിൽ വിഷം വെട്ടിയ വയറുമായി വരുന്ന ചെറുപ്പക്കാർക്ക് ആവി പറക്കുന്ന ബിരിയാണി വേണ്ട. അവരെ നോക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിന്റെ മൂലകിലെ ചമഞ്ഞൊരുങ്ങിയിരിക്കുന്ന ചലിക്കുന്ന ജുവല്ലറി ആയിരിക്കുന്ന ആ പെണ്ണിലേക്കാണ് നോട്ടം എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാംസപിണ്ഡത്തിലേക്ക്. അതിന് വഴിവെച്ചു കൊടുക്കും നമ്മുടെ സഹോദരിമാർ. അതുകൊണ്ട് പുറത്ത് തുണി ഉടുക്കാനല്ലേ പറയുന്നത് എന്റെ സഹോദരിമാർ. അതുകൊണ്ട് നമ്മൾ ഔറത്ത് മറയ്ക്കുന്നവരാവുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങളൊക്കെ തരും. അതുകൊണ്ട് ഏതായിരുന്നാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ആ സ്ത്രീക്ക് വേറെ സ്വഭാവം കൊണ്ട് അനുവാദം ഇല്ലാതെ പുറത്തു പോവുക, ഭർത്താവ് അറിയാതെ പുറത്തു പോകുന്ന ഒരു സ്വഭാവം. ഭർത്താവ് വിദേശത്താണ്, പാവപ്പെട്ടവൻ വിദേശ രാജ്യത്ത് നിൽക്കാൻ, ഇതൊന്നും ഭർത്താവ് അറിയുന്നില്ല, ഭാര്യ ഇവിടെ സർക്കിട്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ലാൻഡ് ഫോൺ ആണെങ്കിൽ പണ്ട് ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ വീട്ടിലുണ്ടോ ഇല്ലെന്ന് അറിയാം. ഇപ്പൊ ലാൻഡ് ഫോണിന്റെ കാര്യമൊക്കെ മാറിയില്ലേ, ഇപ്പൊ മൊബൈൽ ആയല്ലോ. ഇപ്പൊ ഒരു വിരലിന്റെ നീളവും വീതിയുള്ള മൊബൈൽ വരെ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വിരൽ പുച്ഛത്തിന്റെ വീതിയും ഉള്ള മൊബൈൽ വരും.
പിന്നെ ഇനിയിപ്പോ ഈ കണ്ണില് കണ്ണാടി വെക്കാൻ നാണക്കേടുള്ളവർ എന്ത് ചെയ്യുന്നറിയുമോ? കണ്ണിലൊരു ലെൻസ് വെക്കും. അതുപോലെ ഇനി ഒരു സാധനം കിട്ടും, അത് വാങ്ങി ചെവിക്ക് അകത്തോട്ട് കയറ്റി വെച്ചിരുന്നാൽ നമുക്ക് ധൈര്യമായിട്ട് ആരും കാണാതെ നടന്നു പോകുമ്പോൾ സംസാരിച്ചാൽ മാത്രം മതി. അങ്ങനത്തെ മൊബൈലൊക്കെ ഇറങ്ങും. എല്ലാം മാറി വരികയല്ലേ, എല്ലാം മാറി വരികയാണ്. ഇൻഷാ അല്ലാഹ് മൂന്നാറ്റുമുക്കി നമുക്ക് പറയണം, മദ്യപാനത്തിന്റെ പേരൊക്കെ മാറി. ഇപ്പൊ എല്ലാവരും പണ്ടൊക്കെ ചോദിക്കുന്ന മദ്യപിക്കാറുണ്ടോ എന്നാ ചോദിക്കുന്നത്, അതൊക്കെ മാറി. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കള്ളുകുടി എന്നൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ചോദിക്കുന്ന വെള്ളം അടിയുന്ന. വെള്ളം അടിക്കാറുണ്ടോ എന്ന് വെച്ചാൽ വെള്ളം അത് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണല്ലോ, അതും മാറി. ഇപ്പൊ ചോദിക്കുന്നത് കഴിക്കാറുണ്ടോ എന്നാ. ഈ കഴിപ്പും വെള്ളം കൂടിയൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ആയിരിക്കാൻ 2015 എത്തുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുകയും നോക്കിയോ, അന്ന് എല്ലാവരും പരസ്പരം ചോദിക്കുന്നതായിരിക്കും, ശ്വാസം വിടാറുണ്ടോ എന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം എന്താ? മദ്യപിക്കാറുണ്ടോ എന്നായിരിക്കും. കാരണം മനുഷ്യന് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമായിട്ട് എല്ലാത്തിന്റെയും പേര് മാറി വന്നിരിക്കാം, എല്ലാത്തിന്റെയും പേര് മാറി വന്നിരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളികളിൽ നോക്ക്, പള്ളികളിൽ പണ്ട് കാലങ്ങളിൽ ഒന്നിന്റെ ആവശ്യമില്ല. ഇപ്പൊ പള്ളികളിൽ ഇടക്കാലങ്ങളിൽ പള്ളികൾ എഴുതി വെക്കും, മൊബൈൽ ഫോൺ ഓഫ് ആക്കുക. ഇപ്പൊ അതും മാറ്റി, ഒരു പള്ളിയിലും ഓഫ് ആക്കുക. പഴയ സ്റ്റിക്കർ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ അതും മാറ്റി എഴുതി വെച്ചിരിക്കുക, മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുക. അങ്ങനെ ആയിരിക്കും. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന, പണ്ട് ടി വി ഇല്ല, ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടികളോട് ഉമ്മാമ പറയാൻ, മക്കളെ ബാങ്ക് വിളിക്കാൻ നിങ്ങൾ ഓഫാക്ക് എന്ന് പറയുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ ഉമ്മാമാര് പറയും, മക്കളെ ബാങ്ക് വിളിക്കാൻ ഓളയും കുറച്ച് വെക്ക് മക്കളെ. ഇൻഷാ അല്ലാഹ് ഒരു 5 കൊല്ലം കഴിയട്ടെ, ആ ഉമ്മാമാര് പറയും, മക്കളെ ബാങ്ക് വിളിക്കാൻ, അതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ മാറ്റിയിട്ട് മലയാളാക്കിക്കോ എന്ന് പറയും. ആ ഒരു കാലഘട്ടം വരാൻ പോവാൻ. ഉമ്മാമാര് ഒരു കസേര ഇരുന്നിട്ട് തസ്ബീഹ് മാലയും മറച്ചുകൊണ്ടിരുന്ന ഉമ്മാമാരൊക്കെ, അവർക്ക് എന്നോട് ദേഷ്യം പറഞ്ഞു. എന്തായിരുന്നാലും ഞാൻ പറയാം, അവരിത് കേട്ടാൽ അവർക്ക് ഇതൊക്കെ ഉസ്താദെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നൊക്കെ പറയാൻ. ഏതായിരുന്നാലും പണ്ടുള്ള ഉമ്മാമാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു കസേര ഇരുന്നിട്ട് മറ്റേ കസേര പിന്നെ സുജൂദ് ചെയ്തും തസ്ബീഹ് മാലയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഒരു കസേര ഇരുന്നിട്ട് മറ്റേ കസേര കാല് വെച്ചിട്ട് വലത്തെ കയ്യില് റിമോട്ടും ഇടത്തെ കയ്യില് കൊട്ടൻ ചുക്കാതെ തൈലും, ആ മുട്ടും തടവിയിരുന്ന ചാനൽ മാറ്റുന്നത്. കാരണം എണീക്കാൻ പോലും വയ്യ. ആ ഒരവസ്ഥയാണ്. എല്ലാം മാറി തിരിഞ്ഞു. അതുകൊണ്ട് പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പുരുഷന്മാരോട് പറയാൻ ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഓർക്കുമെങ്കിൽ അവിവാഹിതകളായ സഹോദരിമാരെ പറ്റി ഒരു വാക്ക് ഞാൻ പറയും. നല്ല സ്വഭാവമുള്ള, നല്ല ആരോഗ്യമുള്ള ഭർത്താവിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അത് ലാസ്റ്റ് പറയാം. എന്റെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഒരു കുറ്റം കൂടി അവർക്കുണ്ട്. എന്താണെന്ന് പറയാം, അനുവാദം ഇല്ലാതെ പുറത്തു പോകും. ഇത് വിശാലമായിട്ട് പറയാൻ നമുക്ക് സമയമില്ല. ഏതായിരുന്നാലും ഒരു കാര്യം പറയാം, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴും നല്ല പെർഫ്യൂം കൊണ്ടുവരും ഭർത്താക്കന്മാര്. അത് ഭാര്യയെ കൊടുത്തിട്ട് പോകും. ആകെ വരുന്നത് 54 ദിവസം. അതിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നു, ഒന്ന് അങ്ങോട്ട് പോകുന്നു, ബാക്കി 52. 52-ല് 40 ദിവസം ജീവിതം നടക്കൂ. ബാക്കി 10 ദിവസമൊക്കെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, എല്ലാം വെപ്രാളമാണ്. ഈ 40 ദിവസം കൊണ്ട് എത്ര ചെറിയ സ്പ്രേ ആണെങ്കിലും അടിച്ചു തീരൂല. അത് അവൾ അടിക്കുകയും ഇല്ല. കാരണം ഭർത്താവിന്റെ മുമ്പ് എങ്ങനെ എന്നാലും കുഴപ്പമില്ലല്ലോ. പേസ്റ്റ് ഇരുന്നാലും മീമുള്ളിരുന്നാലും ഒരു കുഴപ്പമില്ല, പല്ല് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭർത്താവ് പോകുമ്പോഴല്ലേ അണിഞ്ഞൊരുങ്ങി നടക്കേണ്ടത്. സഹോദരിമാർ പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ 2 കീറൽ വന്നു, ഇവിടെ ഈ നൈറ്റി ഒട്ടും കൊള്ളൂല, അതെന്തായാലും വീട്ടിയിടാം. പിന്നെ നല്ല ഒരെണ്ണം കിട്ടിയപ്പോൾ അത് എവിടെയെങ്കിലും പോകുമ്പോ ഇടാം. എന്തിനു വേണ്ടിയിട്ടാ? വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളല്ലേ കാണും, വേറെ ആരും കാണാനില്ലല്ലോ. അതുകൊണ്ട് തീറിയാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളങ്ങ് സഹിക്കുമല്ലോ. എന്തായാലും തലയിൽ വെച്ചല്ലോ. ഒരു ഭർത്താവും ഭാര്യയായിട്ട് സംസാരിക്കാൻ, ഭാര്യ ചോദിക്കുന്നു, ഭാര്യ ചോദിക്കുന്നു, അടുത്ത നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പൊ ഭർത്താവ് പറഞ്ഞു, ആരെങ്കിലും ദുരന്തം ഓർക്കാൻ, ആരെങ്കിലും ദുരന്തത്തെ പറ്റി ഓർക്കുവോ? ദുരന്തം ആരും ഓർക്കാറില്ല. എന്തായിരുന്നാലും നാളത്തെ പ്രോഗ്രാം എന്താ? ഭർത്താവ് പറഞ്ഞു, നാളെ എന്താണെന്ന് എന്റെ വീടിന്റെ മുമ്പിൽ ഞാനൊരു കരിങ്കൊടി നാട്ടാൻ പോവാ. ദുരന്തത്തിന്റെ 1ാം വാർഷികം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിഷയം ഗൗരവത്തോടുകൂടി നിങ്ങൾ എടുക്കണം. ഭർത്താക്കന്മാര് വിദേശത്ത് നിന്ന് കൊടുക്കുന്ന ഈ പെർഫ്യൂം അത് അടിക്കാതെ വെച്ചിട്ട് ഭർത്താവ് നാട്ടിൽ ഗൾഫിൽ പോകുമ്പോ വീണ്ടും അത് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം, അട്രാക്ഷനുള്ള വസ്ത്രം എടുത്ത് നടക്കുന്ന ഒരു സ്വഭാവം, അത് മാറ്റണം. ചില ഭർത്താക്കന്മാർ നാട്ടിലുണ്ടെങ്കിൽ തന്നെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ള പറഞ്ഞാൽ, റസൂലുള്ളാന്റെ വാക്ക് പറഞ്ഞാൽ ആർക്കും വിഷമം തോന്നൂല. നമ്മൾ പറയുമ്പോഴാണല്ലോ കുഴപ്പം. എന്റെ സഹോദരങ്ങളെ, ചില ഭർത്താക്കന്മാർ ക്രിക്കറ്റ് കളിക്കും, ക്യാരംസ് കളിക്കും, ഫുട്ബോൾ കളിക്കും, വോളിബോൾ കളിക്കും, എല്ലാം കളിക്കും. ആ കൂട്ടുകാരത്ത് വെയിറ്റിംഗ് ഷെഡിലൊക്കെ സ്വറ പറഞ്ഞിരിക്കുമ്പോൾ ഭാര്യ അതുവഴി പോകുമ്പോൾ അദ്ദേഹം ചോദിക്കാൻ, എങ്ങനെ നല്ലൊരു മണ അടിക്കുന്നല്ലേ,
എന്റെ ഭാര്യ ഞാൻ കൊണ്ട് കൊടുത്ത പെർഫ്യൂം അടിച്ചുകൊണ്ട് പോവാ. ഭാര്യ പൂശി പെർഫ്യൂം അടിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഭർത്താവ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ സഹോദരിമാർ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ ആ ഒരു കാരണത്തിന്റെ പേരിൽ ഭർത്താക്കന്മാർക്ക് ഓരോ ഫ്ലാറ്റ് സമ്മാനിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ ഇത് കേൾക്കുമ്പോൾ എന്റെ പൊന്നുസ്താദേ, എന്തിനൊക്കെ ഞങ്ങൾ പോയി, ദേ വന്നു. അതുപോലെ തന്നെ ഡീൽ ഓർ നോ ഡീല് എല്ലാത്തിലും ഞാനും എന്റെ ഭർത്താവും മച്ചായും കുടുംബം എല്ലാം പോയിട്ടും ഇതുവരെയും ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും നല്ല പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് കിട്ടുമെങ്കിൽ പിന്നെ അതിലപ്പുറം സന്തോഷം പിന്നെന്താ, ഫ്ലാറ്റ് കിട്ടും. എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവള് മുസയ്യനത്തെ നല്ല അട്രാക്ഷനുള്ള വസ്ത്രം ധരിച്ച്, അഴകാർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല മോടി പിടിപ്പിച്ചിട്ടാണ് അവള് പുറത്തിറങ്ങുന്നത്. അവൾ ഇറങ്ങുമ്പോൾ വിദേശ മണമുള്ള പെർഫ്യൂം അടിച്ചുകൊണ്ടാണ് അവള് പുറത്തിറങ്ങുന്നത്. ഭർത്താവുണ്ടല്ലോ അതിൽ പരിപൂർണ തൃപ്തനാണ്. ഒരുങ്ങിറങ്ങുമ്പോൾ മണം പോരാതിരിക്കുമ്പോൾ ഭർത്താവ് അവളെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ അലമാര തുറന്നിട്ട് അവൾ അടിച്ചിരിക്കുന്നതിനേക്കാളും നല്ല മുൻതരത്തിലുള്ള പെർഫ്യൂം എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിച്ചു കൊടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കഥക് തുറന്നിറങ്ങിയിട്ട് പുറത്തേക്ക് ഇറക്കി വിടുന്ന ഭർത്താക്കന്മാരെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബുനിയലി സൗജിഹാ, ആ ഭർത്താവിന് അല്ലാഹു പണി കഴിപ്പിക്കുന്നു. ബികുല്ലി ഖദമിൻ, അവൾ വെക്കുന്ന ഓരോ ചുവട്ടടിക്ക് പകരമായി എവിടെയാണ് ഫ്ലാറ്റ് കൊടുക്കുന്നതെന്നറിയോ? നരകത്തിലുണ്ട് ആഴമേറിയ കൊണ്ടുകൾ, വിഷമോട്ട പാമ്പതിലുണ്ട് ഉഗ്രന തേലുകൾ. ബികുല്ലി ഖദമിൻ ബൈതുമു ഫിന്നാർ, ഓരോ ചുവട്ടടിക്ക് പകരമായിട്ട് നാളെ നരകത്തിൽ ഓരോ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ പരുത്തക്കുഴിയില് ഏതോ അതല്ലെങ്കിൽ ഈ പള്ളിപ്പെരുവില് ഏതോ ഒരു ഉൾപ്രദേശത്ത് താമസിക്കുന്ന സഹോദരി, രണ്ട് മതിൽക്കെട്ടിന്റെ ഇടയിലൂടെ ഒരാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെ രണ്ടു ഭാഗത്തും മതിൽക്കെട്ടാണ്. ഈ ഭാഗത്തിലൂടെ ഏതോ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരി നല്ല പെർഫ്യൂം അടിച്ചുകൊണ്ട് ഭർത്താവ് പറയുന്ന നല്ലതടിച്ചിട്ടുണ്ടല്ലോ, നടന്നുപോ, എല്ലാവരും ഒന്ന് മയങ്ങട്ടെ, എന്റെ ഭാര്യയെ പറ്റിയിട്ട് എല്ലാവരും ഒന്ന് പഠിക്കട്ടെ, ഞാൻ നല്ലവനാണ്, എന്റെ കുടുംബം നല്ലവനാണ്. ഇത്ര സുന്ദരിയായ പെണ്ണിനെ ഈ പരുത്തിക്കുഴിയിലും ഈ പള്ളിത്തെരുവിലും പൂന്തറയിലും വെള്ളക്കടവിലും കരമനയിലും വിവാഹം കഴിപ്പിച്ച് ആരും കൊണ്ടുവന്നിട്ടില്ലെന്ന് എന്റെ കൂട്ടുകാരൻ അറിയട്ടെ. അതുകൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന ചെറുപ്പക്കാരാ, സ്കൂട്ടറിന്റെ പുറകിലിരുത്തിയിട്ട് നാട് കാണിക്കാൻ വേണ്ടിയിട്ട് നാളം കെട്ട പരിപാടിയായി കൊണ്ടുപോകുന്ന യുവാവേ, മീൻ കച്ചവടത്തിന് പോകുന്നവര് മീൻ കൊണ്ടുപോകുന്നത് പോലെ പുറകിൽ തന്റെ ഭാര്യയെ മത്സ്യം എങ്ങനാണോ വിവസ്ത്രയാണ് അതുപോലെ നഗ്നയാക്കി എടുത്തുരുത്തി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബസ് വരുന്നില്ല, അവൾ നടന്ന് നേരെ പൂന്തുറ ടൗണിൽ ചെല്ലുകയാണ്. എത്ര ചുവടാ മോനെ നിന്റെ ഭാര്യ വെക്കുന്നത്, എത്ര ചുവടാ മോളെ നീ ചവിട്ടി മുത്തരിക്കുന്നത്. ഈ ഓരോ ചുവട്ടടിക്ക് പകരമായി ഓരോ ചുവട്ടടിക്കും ഓരോ കെട്ടിടങ്ങള് അല്ലാഹു നിന്റെ ഭർത്താവിന് വേണ്ടി പണി കഴിപ്പിക്കുകയാണ്. എവിടെ? നരകത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ നമ്മുടെ മുന്നിൽ മാത്രം അണിഞ്ഞൊരുങ്ങേണ്ടവളാണ്, നമ്മുടെ മുന്നിൽ മാത്രം അണിഞ്ഞൊരുങ്ങേണ്ടവളാണ്. അവളുടെ മണം ആസ്വദിക്കാൻ നമ്മൾ മാത്രമാണ്. അല്ലാഹു ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. അല്ലാഹു നമുക്ക് ആ ഒരു ഭാഗ്യം തന്നിരിക്കാം. അതിനപ്പുറം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കണ്ട സഹോദരിമാരെ. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഇല്ലാത്തപ്പോൾ ഈ വക രീതിയിൽ നമ്മൾ കാണിച്ചാൽ
അള്ളാഹുവിന്റെ സ്വർഗം എങ്ങനെ നമുക്ക് കിട്ടും? കിട്ടൂല എന്റെ സഹോദരിമാരെ. ലോകം അവസാനിക്കാറേക്കായി. ഇനിയിപ്പോ വലിയ നാളൊന്നുമില്ല. നമ്മൾ പറയും അല്ലാഹു ഉസ്താദേ പിന്നെ ഈസാ നബി വരുമ്പോ ഇത്രയും കൊല്ലം കൂടെ ഭരിക്കുമല്ലോ. അതിനാണ് റസൂലുള്ള പറഞ്ഞത് കൊല്ലത്തിന് മാസത്തിന്റെ വേഗതയായിരിക്കും. പെട്ടെന്നങ്ങ് പോവും. കാത്തിരിക്കുമ്പോ നമ്മൾ ദിവസം റസൂലുള്ള പറഞ്ഞെന്താ, കച്ചവടക്കാര് തുണി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കടയിൽ ചെല്ലുമ്പോൾ മുണ്ടിങ്ങനെ അതല്ലെങ്കിൽ തുണി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഖിയാമത്ത് നാൾ അവസാനിക്കും. ഇത് വിൽക്കാനും പറ്റൂല, തിരിച്ച് മടക്കി വെക്കാനും പറ്റൂല. നബി മുഹമ്മദ് മുസ്തഫ വളരെ പെട്ടെന്ന് അങ്ങ് വരും. അതുകൊണ്ട് സമയമൊക്കെ അടുത്തു. അതുകൊണ്ട് നിന്നിയുള്ള കാലമെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ 1000 വട്ടം എന്നോടും 1001ാമത് എന്റെ ചെറുപ്പക്കാരായതിന്റെ ഈ മാല ധരിച്ച സംഘാടകരോടും 1002ാമതായ എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയാം, അല്ലാഹു തആല നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു സ്വഭാവമാണ്, മൂന്നാമത്തെ വിഭാഗം. ചുരുക്കി പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 4 വിഭാഗം നരകത്തിലാണ്. അതിൽ 2 പറഞ്ഞു. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇംറാത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്, തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഭർത്താവിനോട് കഴിയാത്ത കാര്യങ്ങൾ, അവന്റെ തോക്കത്തിനൊക്കാത്ത, അവന്റെ കഴിവിനൊക്കാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീയാണ് മൂന്നാമത്തെ വിഭാഗം. എന്ത് പറഞ്ഞാലും ഭർത്താവിന് കഴിയോ എന്ന് ചിന്തിക്കുക, അല്ലാത്തതൊന്നും പറയല്ലേ, അല്ലാത്തതൊന്നും പറയല്ലേ. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹിയുടെ ജീവിതം എങ്ങനെയാണ്? ഹബീബായ നബിയുടെ ജീവിതം എങ്ങനെയാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കഴുകിയിടാൻ വേണ്ടിയിട്ട് കമീസും കഴുകിയിട്ട് അതിനെ ഒന്ന് ഉണങ്ങാൻ വിരിച്ചിട്ട് വെയിലത്ത് വിരിച്ചിട്ട് എന്റെ റസൂൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ അതാ അടുത്ത വഖത്തിന്റെ ബാങ്ക് വിളി കേൾക്കുകയാണ്. എന്റെ പ്രവാചകൻ ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് അതിന് നേതൃത്വം, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ റസൂലുള്ള പോയാ മാറിയൊന്ന് ഉടുക്കാൻ ഒരു വസ്ത്രമില്ല, കഴുകിയിട്ടിരിക്കുന്നതോ ഉണങ്ങിയിട്ടില്ല. എന്റെ പ്രവാചകന് കഴുകി ഉണങ്ങാൻ വിരിച്ചിരിക്കുന്നത് പലവട്ടം കസനം വെച്ചതാ. ആ വസ്ത്രമെടുത്ത് ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് റസൂലുള്ള മദീന പള്ളിയിലേക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ ഹുജറയിൽ നിന്ന് നോക്കുമ്പോൾ റിസാലത്തിന്റെ പൂവേനയിൽ നിന്ന് ചുവപ്പ് കലർന്ന വെളുത്ത ശരീരത്തിൽ നിന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ വെള്ളത്തുള്ളികളിൽ തുറ്റി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ ബീവി പറഞ്ഞെങ്കിൽ എത്രയോ പാതിരാത്രികൾ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. റസൂലുള്ള നേരം വെളുക്കുമ്പം ചോദിക്കും, ആയിഷ ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മോളെ? ഇല്ല എന്ന് പറയുമ്പോ റസൂലുള്ള പറയും, എന്നാ ഞാൻ എന്ന് നോമ്പ് പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് എത്രയോ ദിവസം എന്റെ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കാതെ ഉറക്കിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി പറയുമ്പോൾ മറ്റുള്ള ഭാര്യമാര് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ ഒരുപാട് കൈപ്പുനീര് കുടിച്ച നബിതങ്ങളോട് അല്ലാഹു പറയുന്നു, നബിയേ അങ്ങയുടെ ഭാര്യമാരിൽ പല തമ്പുരാട്ടിമാരുണ്ടല്ലോ, പല ഭാര്യമാര് ഗനീമത്ത് സത്തായി കിട്ടുന്നതാണല്ലോ, പല യുദ്ധങ്ങളിൽ നിന്ന് നിങ്ങൾ കൈവദനീയമായ ഭാര്യമാര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, നിങ്ങൾ വിവാഹം ചെയ്ത പല ഭാര്യമാരും മുമ്പ് പല ഭർത്താക്കന്മാരുടെ ഭാര്യമാരായി കഴിഞ്ഞവരല്ലേ, വൈദഗ്ധ്യം പേര് കഴിഞ്ഞു വരുന്നവരല്ലേ. അതുകൊണ്ട് അവർ തമ്പുരാട്ടിമായിരുമാരായിരുന്നേക്കാ, അവർ നല്ല കുടുംബത്തിൽ പിറന്നവരായിരുന്നേക്കാ. ഖദീജ ബീവിയെ പോലും റസൂലുള്ള വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 തവണ വേറെ 2 വിവാഹത്തിന് ആ ഖദീജ റളിയല്ലാഹു അൻഹ 2 വിവാഹം കഴിച്ചവരായിരുന്നു. 2 പേരും വഫാത്തായി. എന്നിട്ട് വൈദഗ്ധ്യം പേര് കഴിയുമ്പോഴാണ് റസൂലുള്ള വിവാഹം കഴിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആയിഷ ബീവി അടക്കമുള്ള മറ്റു ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂല് റസൂല് ചോദിക്കാ, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു. എന്താണെന്നറിയോ? ഇത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നബിയേ നിങ്ങളൊന്ന് ചോദിച്ചേക്ക്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ
لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. അല്ലയോ ഭാര്യമാരെ, നിങ്ങൾ ദുനിയാവ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇവിടെ പട്ടിണിയാണ്, പരിവട്ടമാണ്, കഷ്ടപ്പാടാണ്, വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് ഇഷ്ടപ്പെട്ട നിങ്ങൾ വരിക, നിങ്ങൾ വരിക. വരിക ഭാര്യമാരെ, വിവാഹമെന്ന കെട്ട് അത് ഞാനങ്ങ് അഴിച്ചേക്കാം. നിങ്ങളെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞങ്ങ് വിട്ടേക്കാം. അതല്ല അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അതുപോലെ പരലോകത്തെയും ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളിൽപ്പെട്ട അല്ലാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും തിരഞ്ഞെടുക്കുന്നവർക്ക് അല്ലാഹു എന്തോ സൗഭാഗ്യങ്ങളെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ നബിതങ്ങളോട് പറഞ്ഞപ്പോൾ ആയിഷാ ബീവി എഴുന്നേറ്റ് പറയുന്നു, നബിയേ ഞങ്ങൾ വിട്ടുപോലോ. സന്തോഷത്തിൽ മാത്രമല്ലല്ലോ ഭർത്താവിനോടൊപ്പം കഴിയേണ്ടത്, സന്താപത്തിലും കഴിയണ്ടേ. സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ നൗകയല്ലേ തുഴയേണ്ടത്. അതുകൊണ്ട് അരുത് നബിയേ, ഞങ്ങൾക്ക് ത്വലാഖ് വേണ്ട. ഞങ്ങളെ കൂടെ ഞങ്ങൾ അങ്ങയോടൊപ്പം ജീവിക്കാൻ തയ്യാറാണ്. അവർക്കല്ലേ സുന്ദരമായ നാമം കിട്ടിയത്. മുസ്തഫ വിശ്വാസികളുടെ മാതാവെന്ന പേര് കിട്ടിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പല ഭാര്യമാരും റസൂലുള്ള വഫാത്താകുമ്പോൾ ആ നാട്ടില് കല്യാണപ്രായം എത്തുന്നതേ ഉള്ളൂ. പക്ഷെ ആരും കഴിച്ചില്ലല്ലോ, ആരും വിവാഹം കഴിച്ചില്ലല്ലോ. അവരുടെ ഉമ്മയുടെ സ്ഥാനത്താണ് ഈ പദവി അവർക്ക് കിട്ടിയില്ലേ? എന്തുകൊണ്ടാ? അവര് സന്തോഷത്തിൽ മാത്രമല്ല സന്താപത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ഭാര്യമാര് കേട്ടോ, ഭർത്താക്കന്മാരുടെ കൂട്ടത്തില് കാശുള്ളപ്പം മാത്രം നിന്നാ പോരാ, അതില്ലാത്തപ്പോഴും ഭർത്താക്കന്മാരോട് നിൽക്കണം. അവരുടെ നിലയും വിലയും അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഭർത്താക്കന്മാരോട് പറയാൻ പാടും. പണ്ട് ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിച്ചിട്ട് ചോദിച്ചു, ചക്കര ഞാൻ നാളെ വരാൻ പോവാ, നിനക്ക് എന്താ വേണ്ടത്? പത്രത്തിൽ വന്ന വാർത്തയാണ്. ഒരുപാട് കൊല്ലം കഴിഞ്ഞു, 10-15 കൊല്ലം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഏത് നാടാണെന്ന് അറിയില്ല. ഈ നാടാണോ ഒന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും പറയാം. ഭർത്താവ് വിളിച്ചു ചോദിച്ചു, എല്ലാ ഭാര്യയാണെങ്കിലും പറയും എന്റെ മുത്തുഞ്ഞ് വന്നാ മതി, ഒന്ന് കണ്ടാ മതി. അല്ലാത്തവള് പറയാം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ നേരത്ത് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ഭാര്യ പറഞ്ഞു, എനിക്ക് 25,000 ഒരു സാരി വേണം. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് 25,000 സാരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2.5 ലക്ഷം രൂപയുടെ സാരിയാവും. പാവപ്പെട്ട ഭർത്താവ് വാങ്ങി, ഏറ്റവും മുകളിൽ തന്നെ അത് വെക്കുകയും ചെയ്തു. കാരണം എയർപോർട്ടിൽ വരുമ്പോഴിങ്ങനെ നോക്കും പൊക്കി, അത് ഉണ്ടെങ്കിലേ വണ്ടിക്കകത്ത് കയറ്റൂ, ഭാര്യ ഇല്ലെങ്കിൽ കയറ്റൂല. അങ്ങനെ ഏതായിരുന്നാലും കൊണ്ടുവന്നു, അതുമായി വീട്ടിൽ വന്നു. ഇന്നും ഭാര്യ എഴുത നോക്കും, അല്ല ആരും മരിക്കുന്നില്ല, ആരും പ്രസവിക്കുന്നില്ല, ഇതൊന്നും ഉടുക്കണമല്ലോ, എല്ലാവരുടെ മുമ്പ് ഒന്ന് ഉടുത്തോണ്ട് ഇറങ്ങണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിന്റെ അടുത്ത ബന്ധത്തിൽ ഒരു കല്യാണം നടന്നു, വിവാഹം നടന്നു. അപ്പൊ അൽഹംദുലില്ലാ ഉടുക്കാൻ പറ്റിയൊരു അവസരം. പക്ഷെ വില കൂടുന്തോറും ഒരു കുഴപ്പമുണ്ട്, കഴുകാൻ പറ്റൂല. പട്ടുസാരിയൊക്കെ വെയിലത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ, അല്ലാതെ കഴുകാൻ പറ്റൂല. അത് സഹോദരിമാർക്കറിയാം. ഈ സാരി എങ്ങനെ കഴുകാൻ പറ്റൂല. സഹോദരി സാരിയൊക്കെ എടുത്തു കൊടുത്തു, ഭർത്താവിന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു, റാഹത്തായി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ 6 വർഷം മക്കളില്ലാതിരുന്ന സഹോദരിയാണ്, കുടുംബമാണ്. ആ സഹോദരിക്ക് 6 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ അള്ളാഹ് കൊടുത്തു. ആ 6 മാസം പ്രായമായി. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ സ്നഗ്ഗിയൊന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. സഹോദരി ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ സാധനത്തിന് എടുത്തോണ്ട് പോയ മൂത്രമൊഴിച്ച എന്ത് ചെയ്യും? കുഴഞ്ഞില്ലേ? കഴുകാനും പറ്റൂല, എന്ത് ചെയ്യും? ഈ സഹോദരി പെൺബുദ്ധി പെടലിലാണല്ലോ. ഈ സഹോദരി എന്ത് ചെയ്തു? എന്റെ പ്രിയപ്പെട്ടവരെ, സഭ്യതയില്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് ധരിക്കരുത്, പത്രത്തിൽ വന്നതാണ്. ഈ സഹോദരി വിദേശ രാജ്യത്ത് നിന്ന് തന്റെ ഭർത്താവ് കൊണ്ടുവന്ന 25,000 സാരി കാണിക്കാൻ വേണ്ടിയിട്ട് 6 വർഷത്തോളം മുട്ടാത്ത വാതിലുകളില്ല.
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ വരാന്തകൾ നിരങ്ങിയിറങ്ങിയിട്ട് കോടികൾ മുടക്കുമ്പോൾ അല്ലാഹു തആല ഒരു കുഞ്ഞിനെ കൊടുത്തു. 6 മാസം പ്രായമുള്ള ആ ആൺകുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ റബ്ബറിട്ടു. മൂത്രം ഒഴിക്കണമെന്ന് കാണാം. എങ്ങനെ ഉണ്ട്? കൊണ്ടുപോയി, നേരെ കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ചുമന്നു ഭാര്യ എല്ലാവരുമായി കുശലാന്വേഷണം